അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നക ലാ തുസ്മിഉൽ മൗത, പ്രവാചകരെ താങ്കൾക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ സാധിക്കൂല. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ കേൾപ്പിക്കുന്നവരല്ല താങ്കൾ. മരിച്ചവർ കേൾക്കുമെന്ന് പറഞ്ഞാൽ എന്താ? മരിച്ചവർ കേൾക്കൂല. മരിച്ചവരെ കേൾപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ കഴിയില്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചവരെ കേൾപ്പിക്കൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മക്ക മുശ്രിക്കുകളെ മരിച്ചവരോട് ഉപമിച്ചിട്ടാണ്. മക്കയിലെ ബഹുദൈവ വിശ്വാസികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് നടത്തിയപ്പോൾ ഇവർ ദഅവത്ത് കേൾക്കണില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ദഅവത്ത് കേൾക്കണില്ല. അപ്പോൾ മക്ക മുശ്രിക്കുകൾ ആരെപ്പോലെയാണ്? മറമാടപ്പെട്ടവരെ പോലെയാണ്, മരിച്ചവരെ പോലെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മരിച്ചവരെ താങ്കൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. അതേപോലെയാണ് ആര്? മക്കയിലെ മുശ്രിക്കുകൾ, അവരും കേൾപ്പിക്കാൻ പറ്റൂല. അപ്പം മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു മരിച്ചവരോടാണ് ഉപമിച്ചത്. അറബി സാഹിത്യത്തിലൊരു തത്വമുണ്ട്, ഒരു വസ്തുവിനെ മറ്റൊന്നിനോട് ഉപമിച്ചിട്ടുണ്ട് എങ്കിൽ ഉപമിച്ചീനെ മുഷബ്ബഹ് എന്ന് പറയും. ആരോട് ഉപമിച്ചോ അതിനെ മുഷബ്ബഹ് ബിഹി എന്നും പറയും. അപ്പം മുഷബ്ബഹ് ഉണ്ട്, മുഷബ്ബഹ് ബിഹി ഉണ്ട്. വജ്ഹു തംസീൽ ഉണ്ട്, ഉപമിക്കുന്ന വജ്ഹു ഉണ്ട്. അപ്പം കേൾക്കൂല എന്ന വിഷയത്തിലാണ് ഉപമിക്കുന്നത്. മുശ്രിക്ക് കേൾക്കൂല. ആരെപ്പോലെ കേൾക്കൂല? മരിച്ചവരെ പോലെ കേൾക്കൂല. ഇപ്പൊ കേൾക്കൂല എന്നുള്ള വിഷയത്തിൽ അതാണ് വജ്ഹു തംസീൽ. എന്നിട്ട് ബലാഗയിൽ അറബി സാഹിത്യത്തിലെ തത്വം മുഷബ്ബഹിനേക്കാൾ മുഷബ്ബഹ് ബിഹി വജ്ഹു തംസീലിന്റെ വിഷയത്തിൽ ആ കാര്യം കൂടുതൽ അറിയിക്കണം എന്നാണ്. ഇപ്പൊ കേൾക്കൂല എന്നുള്ള വിഷയത്തിലാണ് ഉപമിക്കുന്നത് എങ്കിൽ ആ ഉപമിക്കുന്ന വിഷയം വജ്ഹു തംസീലിലാണ് കൂടുതൽ അല്ല, മുഷബ്ബഹ് ബിഹിയിലാണ് കൂടുതൽ ഉണ്ടാകേണ്ടത്. അപ്പൊ കേൾക്കൂല എന്നുള്ളതിൽ മുഷബ്ബഹ് ബിഹി ആരാണ്? ഖബറിലുള്ളവരാണ്. ആ കേൾക്കൂല എന്നുള്ള യാഥാർത്ഥ്യം മുഷബ്ബഹ് ബിഹിയിലാണ് കൂടുതൽ വേണ്ടത്. ഇപ്പൊ ഒരാള് ഇപ്പൊ അൻത കശംസ് ഫിൽ ജമാൽ എന്ന് പറയും. ഇപ്പൊ രാജാക്കന്മാരൊക്കെ പറഞ്ഞു, അൻത താങ്കൾ കശംസ് സൂര്യനെ പോലെയാണ്, ഫിൽ ജമാൽ ഭംഗിയുടെ വിഷയത്തിൽ. ഇങ്ങനെ ഒരു വ്യക്തിനെ സൂര്യനോട് ഉപമിക്കണമെങ്കിൽ ഭംഗിയുടെ വിഷയത്തിൽ സൂര്യനായിരിക്കണം മികച്ചു നിൽക്കുന്നത്, അപ്പോഴേ ഉപമിക്കാൻ പറ്റുള്ളൂ. അതാണ് ശരിയായ ഉപമ. അപ്പൊ മുഷബ്ബഹ് ബിഹിയിൽ ഈ ഉപമിക്കുന്ന വിഷയം കൂടുതൽ വേണം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കിനെ മരിച്ചവരോട് ഉപമിക്കുകയാണ്. അപ്പൊ ഏത് വിഷയത്തിൽ? കേൾക്കൂല എന്നുള്ള വിഷയത്തിൽ. അപ്പൊ കേൾക്കൂല എന്നുള്ള കാര്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് എവിടെയാണ്? മരിച്ചവരിലാണ്. അപ്പോഴാണ് ഉപമ ശരിയാകുക. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ കേൾക്കണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മുശ്രിക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചവരോടാണ് ഉപമിച്ചത്. കാരണം മരിച്ചവർ തീരെയും കേൾക്കൂല എന്നർത്ഥം. മരിച്ചവർ കേൾക്കൂല, അതുകൊണ്ട് തന്നെ മരിച്ചവർ കേട്ട് ഉത്തരം ചെയ്യും എന്ന് വിചാരിച്ചിട്ട് അവരോട് തേടുകയാണ്. ഒന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടേണ്ട കാര്യം ഒരു പടപ്പിനോടും തേടാൻ പാടുള്ളതല്ല. അത് മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടൊന്നും അള്ളാഹുവിനോട് മാത്രം തേടേണ്ടതായ കാര്യങ്ങൾ തേടാൻ പാടുള്ളതല്ല. ആളുകൾ മരിച്ചവർ കേൾക്കും എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഒരു വിഷയം ഉണ്ടാക്കുന്നത്? മരിച്ചവർ കേൾക്കുന്ന പറഞ്ഞിട്ട് ആ ഒരു മസാല സ്ഥിരീകരിക്കാനല്ല, പിന്നെയോ അള്ളാഹിനോട് മാത്രം തേടേണ്ട കാര്യങ്ങൾ മരിച്ചവരോട് തേടാൻ വേണ്ടിയിട്ടാണ്. മൊയ്തീൻ ഷെയ്ഖേ എനിക്കൊരു കുട്ടീനെ തരണേ, ബദരീങ്ങളെ എൻ്റെ ദീനം മാറ്റണേ, റിഫായി തങ്ങളെ എൻ്റെ പ്രയാസം നീക്കണമേ, മുനമ്പത്ത് ബീവിയെ എൻ്റെ ഭർത്താവ് ഗൾഫ് പോയിട്ട് ജോലി കിട്ടിയിട്ടില്ല, ഒരു ജോലി തരപ്പെടുത്തണേ. ഇങ്ങനെ മരിച്ചു പോയവരോട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം തേടാൻ വേണ്ടിയിട്ടാണ് മരിച്ചവർ കേൾക്കും എന്നുള്ള മസാലനെ കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും, നിങ്ങൾ അവരോട് തേടിയാൽ അവർ നിങ്ങളുടെ ദുആ കേൾക്കൂല. ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെയും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകൂല. ഉത്തരം കിട്ടാനല്ലേ തേടുന്നത്? കേൾക്കുമെന്ന് വാദിക്കണത്? കേട്ടാൽ തന്നെയും അവരോട് ദുആ ചെയ്യുന്നതിന് അവർ ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയൂല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പം മരിച്ചവർ കേൾക്കുക എന്നുള്ള മസാല കൊണ്ടുവരുന്നത് തന്നെ അവരോട് ദുആ ഇരക്കാൻ വേണ്ടിയിട്ടും അള്ളാഹുവിനോട് മാത്രം തേടേണ്ടതായ കാര്യങ്ങൾ അവരോട് തേടാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്തവരോട് തേടാൻ തെളിവ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മരിച്ചവർ കേൾക്കും എന്നുള്ളത്
സ്ഥാപിക്കുന്നത് ശരിയല്ല. ഇനി ഒരു ഹദീസിലുണ്ട് മരിച്ചവർ കേൾക്കൂല എന്നുള്ളത് ഒരു പൊതു തത്വവും ഇസ്ലാമിലെ അടിസ്ഥാനപരമായ വിഷയമാണ്. ചില പ്രത്യേക അവസ്ഥകൾ പറയപ്പെട്ടിട്ടുണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ മയ്യിത ഇദാ വുദിഅ ഫീ ഖബ്രിഹി വതവല്ല അൻഹു അസ്ഹാബുഹു വഇന്നഹു ലയസ്മഉ ഖർഅ നിആലിഹിം. ഇന്നൽ അബ്ദ, ഒരു ദാസൻ, ഇദാ വുദിഅ ഫീ ഖബ്രിഹി, അയാളുടെ ഖബറിൽ വെക്കപ്പെട്ടാൽ, എന്നിട്ട് വതവല്ല അൻഹു അസ്ഹാബുഹു, മറമാടപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കളും ആളുകളും ആ മയ്യത്തിൽ നിന്ന് പിരിഞ്ഞു പോരുകയായാൽ, ഇന്നഹു, ഈ മരിച്ച വ്യക്തി, മറമാടപ്പെട്ട വ്യക്തി, ലയസ്മഉ, കേൾക്കും, ഖർഅ നിആലിഹിം എന്നാണ്, അവർ ഈ പിരിഞ്ഞു പോരുന്നവരുടെ ചെരുപ്പടി ശബ്ദം. ചില റിപ്പോർട്ടുകളിൽ ഹത്താ ഇന്നഹു ലയസ്മഉ ഖർഅ നിആലിഹിം, അതായത് മറമാടിയവർ പിരിഞ്ഞു പോരുമ്പോൾ അവരുടെ ചെരുപ്പടി ശബ്ദം ഈ മറമാടപ്പെട്ട വ്യക്തി കേൾക്കുകയും ആ സമയം അതാഹു മലക്കാനി, അയാളുടെ അടുക്കലേക്ക് 2 മലക്കുകൾ വരികയും ഫയുഖിദാനിഹി, മറമാടപ്പെട്ട വ്യക്തിയെ ആ മലക്കുകൾ ഇരുത്തുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ മറമാടപ്പെട്ട വ്യക്തിയെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മലക്കുകൾ പെട്ടെന്ന് വരും എന്നറിയിക്കുന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മറമാടപ്പെട്ട വ്യക്തിക്ക് എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹിനെ നൽകും. എന്തിന്? മറമാടപ്പെട്ട വ്യക്തിയെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട്. ഖബറിടം എന്താ? ഖബറിടം എന്ന് പറഞ്ഞാൽ ഇന്ന ഹാദിഹിൽ ഉമ്മ തുബ്തല ഫി ഖുബൂരിഹ, ഈ സമുദായം അവരുടെ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടും. ലൗല അല്ല തദാഫനു, നിങ്ങളിൽ നിന്നും മരിച്ചവരെ നിങ്ങൾ അന്യോന്യം മറമാടുമായിരുന്നില്ലെങ്കിൽ ലദഅഉതുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു, അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബരി ലദി അസ്മഉ, ഞാൻ കേൾക്കുന്ന ഖബറിലെ ശിക്ഷ കൂടി നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖബറിൽ ശിക്ഷ ഉണ്ട്. ഇന്ന ഹാദിഹിൽ ഉമ്മ തുബ്തല ഫി ഖുബൂരി, അവരുടെ ഖബറുകളിൽ ഈ ഉമ്മത്ത് പരീക്ഷിക്കപ്പെടും. അപ്പം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മലക്കുകൾ അള്ളാഹു പറഞ്ഞയക്കും ഖബറിലേക്ക്. അതെപ്പോഴാണ് പറഞ്ഞയക്കുക? മറമാടപ്പെട്ട ഉടനെയാണ് പറഞ്ഞയക്കുക. റൂഹിനെ തിരിച്ചു നൽകും. എന്നിട്ട് മറമാടിയ ആളുകൾ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് റൂഹിനെ തിരിച്ചു നൽകും. മലക്കുകൾ വരും. എന്നിട്ട് മലക്കുകൾ ഇരുത്തും എന്നാണ്. മറമാടപ്പെട്ട വ്യക്തിയെ ഇരുത്തും, ഖബറിൽ ഇരുത്തും എന്നാണ്, പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ റൂഹിനെ തിരിച്ചു നൽകുകയും മലക്കുകൾ വന്നിട്ട് ഇരുത്തുകയും ചെയ്യും. അത് പെട്ടെന്നാണ്. എത്രമാത്രം? ഹത്താ ഇന്നഹു ലയസ്മഉ ഖർഅ നിആലിഹിം, മറമാടിയവർ തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് റൂഹ് കിട്ടും. ആ പിരിഞ്ഞു പോകുന്നവരുടെ ചെരുപ്പടി ശബ്ദം വരെ ആര് കേൾക്കുന്നതാണ്? ഈ മറമാടപ്പെട്ട വ്യക്തി കേൾക്കുന്നതാണ്. അതെന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഖബറിൽ വിചാരണ ഉണ്ട്. ആ വിചാരണ മറമാടപ്പെട്ട ഉടനെ തന്നെ നടക്കും, പെട്ടെന്ന് മലക്ക് വരും എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പിടിച്ചിട്ട് മരിച്ചവർ കേൾക്കും, മരിച്ചവരോടെല്ലാം തേടാം, മരിച്ചവരോടൊക്കെ ദുആ ചെയ്യാം എന്നാരും മനസ്സിലാക്കിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെ പറഞ്ഞില്ല. അതിന് വേണ്ടിയിട്ടല്ല ഹദീസ് പറഞ്ഞത്. മരിച്ചവരൊക്കെ, മറമാടപ്പെട്ടവരൊക്കെ എല്ലാം കേൾക്കും, വിളി കേൾക്കും, അതേപോലെ തന്നെ തെളി കേൾക്കും, അതേപോലെ തന്നെ ദുആ കേൾക്കും. നിങ്ങളെല്ലാവരും മരിച്ചവരോട് ദുആ ചെയ്തുകൊണ്ട്, സാലിഹ്യങ്ങളെ തിരഞ്ഞെടുത്തിട്ട് ദുആ ചെയ്തുകൊണ്ട് എന്നുള്ള കാര്യം പഠിപ്പിക്കാനല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞത്. വളരെ ഗൗരവമേറിയൊരു വിഷയം പഠിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്. മരിച്ചുപോയ വ്യക്തിയെ മറമാടിയിട്ട് ആളുകൾ പിരിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് അള്ളാഹു റൂഹിനെ തിരിച്ചു നൽകും. 2 മലക്കുകൾ വന്നിട്ട് ആ മയ്യത്തിനെ, ആ റൂഹ് തിരിച്ചേൽപ്പിക്കപ്പെട്ട മറമാടപ്പെട്ട വ്യക്തിയെ ഇരുത്തും. എന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക് വമാ ദീനുക് വമാ ഹാദർ റജുൽ ലദീ ബുഇസ ഫീകും വമാ അമലുക്, ഇങ്ങനെ വിചാരണ ചെയ്യും. അത് പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അല്ലാതെ മരിച്ചോല് കേൾക്കും, കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ ഉത്തരം ചെയ്യും, അതുകൊണ്ട് തേടിക്കോളിയും എന്നുള്ള കാര്യം പഠിപ്പിക്കാനല്ല. എങ്ങനെയാണ് ആളുകൾ ഇതിങ്ങനെ തലതിരിച്ച് മനസ്സിലാക്കുക? അതൊരു പ്രത്യേക അവസ്ഥയാണ്. മരിച്ചവർ കേൾക്കൂല, മറമാടപ്പെട്ടവർ കേൾക്കൂല എന്നുള്ളത് തന്നെയാണ് പൊതുതത്വം. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറയപ്പെട്ട വിഷയം ഇതാണ്. ഇതിനെ വെച്ചിട്ട് ഇസ്ലാമിക ലോകത്ത് ഒരു പണ്ഡിതനും മരിച്ചവരോടൊക്കെ ദ്വാരക്കാൻ വേണ്ടിയിട്ട് ഇതിനെ തെളിപിടിച്ചിട്ടില്ല. എല്ലാം പറയുന്നതും മരിച്ചവർ കേൾക്കും എന്നുള്ളതും അറിയിച്ചിട്ടില്ല. ഇതാണ് ആ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ മറ്റൊരു വിഷയം, മരിച്ചവർ കേൾക്കുന്നുള്ളതിന് സാധാരണ മുസ്ലിയാക്കന്മാരൊക്കെ പറയുന്ന മറ്റൊരു വിഷയമാണ്, ബദറിൽ കൊല്ലപ്പെട്ട മുശ്രിക്കുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവരെ എറിയപ്പെട്ട ഒരു കിണറുണ്ടായിരുന്നു ബദറിൽ, കുലൈബ് എന്ന് പറഞ്ഞിട്ടൊരു പൊട്ടക്കിണർ. ആ കുലൈബിലേക്കാണ് മുശ്രിക്കുകളുടെ തലവന്മാരൊക്കെ അവർ ബദറിൽ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ കൊണ്ടുപോയിട്ടാണ് എറിഞ്ഞത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞു, ഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ, നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് വാഗ്ദാനം ചെയ്തതൊക്കെ സത്യമായിട്ട് നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മുശ്രിക്കിനോട് റസൂൽ അങ്ങനെ ചോദിച്ചില്ലേ, കൊല്ലപ്പെട്ട മുശ്രിക്കിനോട് നിങ്ങളുടെ റബ്ബ് വാഗ്ദാനം ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചില്ലേ? അപ്പം മരിച്ചോല് കേൾക്കും എന്നുള്ളത് അതിന് തെളിവല്ലേ? ഇതിൽ മരിച്ചുപോയവരോട് ദുആ ചെയ്യാനും മരിച്ചോര് കേൾക്കും അവരോട് പ്രാർത്ഥിക്കാനും ഇതിൽ തെളിവുണ്ട്. ചില അബൂജഹലിനോട് തേടാ എന്നുള്ള ഇത് കിട്ടും. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഹദീസ് ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല റിവായത്തുണ്ട് സഹീഹിൽ തന്നെ. സഹീഹ് അല്ലാത്ത ഹദീസ് ഗ്രന്ഥങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിന്നാണ് റിപ്പോർട്ട്. ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല അൻഹയോട് ഈ വിഷയം പറഞ്ഞ്, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുലൈബിൽ ചെന്നിട്ട് മുശ്രിക്കുകളോട് പറഞ്ഞല്ലോ, ഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ എന്ന്. അപ്പോൾ ആയിഷ ഉമ്മ എന്താ പറഞ്ഞത്? മാ ഖാല ഇന്നഹും ല യസ്മഊൻ മാ അഖൂൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞ്, ഇന്നഹുൽ ആന ലയഅലമൂൻ അന്നമാ കുൻതു അഖൂലു ലഹും ഹഖ്. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി അവരോട് ഖുലൈബിൽ ചെന്നിട്ട് പറഞ്ഞപ്പോൾ, ആ കിണറിൻ്റെ അടുത്ത് ചെന്നിട്ട് മുശ്രിക്കുകളോട് ഇങ്ങനെ നിങ്ങളുടെ റബ്ബ് വാഗ്ദാനം ചെയ്ത് സത്യമായിട്ട് കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സഹാബികളിൽ പലരും റസൂലുള്ളാഹിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ അവരോട് പറഞ്ഞത്? ഇന്നഹും, ഈ മുശ്രിക്കുകൾ, അൽ ആന, ഇപ്പോൾ, ലയഅലമൂൻ, അറിയുന്നു, അന്നമാ കുൻതു അഖൂലു ലഹും, ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഹഖുൻ, സത്യമാണ് എന്ന്. ഞാൻ മക്കയിൽ വെച്ച് ദഅവത്ത് നടത്തിയപ്പോൾ അവരോട് പറഞ്ഞിരുന്നതായ കാര്യങ്ങൾ സത്യമാണ് എന്നുള്ളത്. ഇന്നഹും അൽ ആന ലയഅലമൂൻ, അവർ ഇപ്പോൾ അറിയുന്നു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇന്നഹുൽ ആന ലയഅലമൂൻ, ഇപ്പോൾ അവരറിയുന്നു എന്ന് പറഞ്ഞത്. അൽ ആന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഖതാദ റഹിമഹുല്ലാ പറഞ്ഞെന്താണ്? ഇപ്പോൾ അറിയുമെന്ന് പറഞ്ഞത് അത് അവർക്ക് ഉള്ള ശിക്ഷയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്ത് അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാക്ക് അവരെ കേൾപ്പിച്ച് എന്നിട്ട് അവർക്കൊരു ശിക്ഷ നൽകിയതാണ്. അതിന് ആ വാക്കിലൂടെ അവരെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. ശിക്ഷയുടെ ഭാഗമായിട്ടാണ്, അല്ലാതെ കേട്ട് ഉത്തരം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ അവർക്ക് ശിക്ഷ കഠിനമാകാൻ വേണ്ടിയിട്ട് അവരെ കേൾപ്പിച്ചതാണ്. അതൊരു പ്രത്യേക ഹാലാണ്. അതാണ് ഇമാം ഖത്താദ റഹിമഹുള്ളയുടെ പക്ഷം. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയുന്നത് സഹീഹ് ബുഖാരിയുടെ റിപ്പോർട്ടിൽ, മാ ഖാല ലഹും ഇന്നഹും ലയസ്മഊൻ, റസൂൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവർ കേൾക്കുന്നുണ്ട് എന്ന്. മാ ഖാല ലഹും ഇന്നഹും ലയസ്മഊൻ, റസൂൽ ഒരിക്കലും അവരിപ്പോൾ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ ഇന്നമാ ഖാല, റസൂൽ എന്താ പറഞ്ഞത്? ഇന്നഹുമുൽ ആന ലയഅലമൂൻ എന്നാണ്, ഇപ്പം അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്നാണ്. അതാണ് റസൂൽ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ കേട്ടു എന്ന് വിശ്വസിച്ചവരെ ഉമ്മുൽ മുഅ്മിനീൻ തിരുത്തുന്നത്. കേട്ടിട്ടില്ല, പിന്നെയോ അവർക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അതെന്താ? ശിക്ഷയായിട്ട് അവർക്ക് കിട്ടി. അങ്ങനെ അറിഞ്ഞു എന്ന രീതിയിൽ. ഏതായാലും ബദറിൽ കൊല്ലപ്പെട്ട മുശ്രിക്കുകളെ എറിഞ്ഞ ഖലീബ് കിണറിൻ്റെ വക്കിൽ പോയിട്ട് അവിടെ അടുത്ത് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത് അതവർക്കുള്ള ശിക്ഷയുടെ ഭാഗമായിട്ടാണ്. അവർ ഇപ്പോൾ കേൾക്കുന്നു എന്നാണ്, കേൾക്കൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ അതിന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾപ്പിച്ച് അവർക്ക് ശിക്ഷയാകാൻ വേണ്ടിയിട്ട്. ചിലർ പറഞ്ഞത് കേട്ടിട്ടില്ല, പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ അവരറിയുന്നു എന്നാണ് പറഞ്ഞത്. ആ കേട്ടു എന്നുള്ളതിനെ തന്നെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല സമ്മതിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സംഭവം ആളുകൾ മരിച്ചോല് കേൾക്കും? ഇത് മരിച്ചോല് കേൾക്കും എന്നറിയണത് എന്തിനാ? മരിച്ചോല് കേൾക്കും എന്നറിയണത് ഈ സഹാബികൾക്കിടയിൽ കേട്ടോ കേട്ടില്ലേ എന്നുള്ള അഭിപ്രായ വ്യത്യാസത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാനും അതിനൊരു ജമ്മനും വേണ്ടിയിട്ടല്ല. പിന്നെയോ മരിച്ചോല് കേൾക്കും പറഞ്ഞിട്ട് ഇമ്മാര് വാറോല കൊണ്ട് മരിച്ചോലോട് ദുആ ചെയ്യുന്നതിനെ ന്യായീകരിക്കാനാണ്. അതാണ് വിഷയം. അള്ളാഹുവിനോട് മാത്രം തേടേണ്ട കാര്യങ്ങൾ പടപ്പുകളോട് തേടുന്നുണ്ട്, മരിച്ചോലോട് തേടുന്നുണ്ട്. അത് ബദരീങ്ങളോട്, മമ്പർത്ത് തങ്ങളോട്, മൊയ്തീൻ ഷെയ്ഖിനോട്, റിഫായി ഷെയ്ഖിനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അതേപോലെ തന്നെ മുനമ്പത്ത് ബീവിയോട്, ഇങ്ങനെ പലരോടും, ഒമാനൂർ ശുഹദാക്കളോട് ഇവരോടൊക്കെ തേടുന്നുണ്ട്. അതിന്
തെളിവാണ് കാര്യങ്ങൾ ആളുകൾ എന്ത് ചെയ്യുന്നു ഒപ്പിച്ചുണ്ടാക്കുന്നത്. അള്ളാഹു അല്ലാത്തവരോട് തേടുന്നവരുടെ തെളിവ് അത് എട്ടുകാലിൻ്റെ വീടിനേക്കാൾ ദുർബലം എന്ന് പറയലേ, അത് ആണ് നമ്മളിവിടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ന്യായം പറയാറുള്ളത്, ഇതേപോലെ തന്നെ കുറേ ന്യായങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയണില്ലേ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുന്നുണ്ട്, റസൂൽ അല്ലാത്തവർക്കും സലാം പറയണില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലലാഹിഖൂൻ അൻതും സലഫുനാ വ നഹ്നു അലൽ അസർ യഗ്ഫിറുല്ലാഹു ലനാ വലക്കും. മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഖബറിനരികിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഖബർ സിയാറത്ത് ചെയ്യുമ്പോഴൊക്കെ സലാം പറയുന്നില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എവിടെ വെച്ച് സലാം പറഞ്ഞാലും ആ സലാമിനെ റസൂലുള്ളാഹിക്ക് എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളുണ്ട്. നമ്മുടെ സലാം അതേപോലെ തന്നെ സലാത്ത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ ചെയ്യാന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന ഈ ഹദീസിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഏത് റാവിയാണ് ഇതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാനും നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മുടെ സങ്കടമൊക്കെ ബോധിപ്പിക്കാനും അത് തെളിവാണെന്ന് പറഞ്ഞിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ റസൂലുള്ള മഖ്ബറകൾ സന്ദർശിച്ചിട്ടുണ്ട്. സലാം പറയുന്ന രീതിയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുമ്പ് കഴിഞ്ഞു എത്ര നബിമാരോട് തേടിയിട്ടുണ്ട്. അവരൊക്കെ കേൾക്കുന്നിട്ട് അവരുടെ ഖബറുകൾക്ക് പോയിട്ട് അവരൊക്കെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാരുണ്ടല്ലോ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്, ഹദീസ് പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഇങ്ങനെ ഒരു മസാല മരിച്ചവരോട് തേടാൻ ഇതിന് തെളിവാണ് എന്നുള്ളത് ഇസ്തിംബാത്ത് ചെയ്തിട്ടുണ്ടോ? അതേപോലെ തന്നെ ഒരു പുതിയ ന്യായാണ്, അന്ത്യനാളിൻ്റെ അലാമത്തെന്നോണം ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനരികിൽ വരികയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയും അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം മേകുകയും ചെയ്യും എന്നറിയിക്കുന്ന റിപ്പോർട്ട്. പ്രസ്തുത റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം റാവിമാരുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഷെയ്ഖ് അൽബാനിയൊക്കെ ആ റിപ്പോർട്ടിനെ സഹീഹയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അന്ത്യനാളിൻ്റെ അലാമത്തെന്നോണം ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമെ കുറേ ദൗത്യമുണ്ട്. സിറിയയിലെ അൽ മനാറത്തുൽ ബൈദായിൽ 2 മലക്കുകളുടെ ചിറകിലായിട്ടാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദൗത്യങ്ങൾ അദ്ദേഹം നിർവഹിക്കും. കുരിശുടക്കും, പന്നിയെ കൊല്ലും, കള്ള് നശിപ്പിക്കും, ദജ്ജാലിനെ കൊല്ലും. അങ്ങനെ റസൂൽ അദ്ദേഹം മദീനയിൽ വരും, മക്കയിൽ വരും, ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അരികിലെത്തിയിട്ടുണ്ട് എങ്കിൽ ചില റിപ്പോർട്ടുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയും. ആ സലാം റസൂലുള്ള മടക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ചിലതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാ മുഹമ്മദ് എന്ന് വിളിക്കും. അപ്പോൾ റസൂലുള്ളാഹി ഇതിന് ഉത്തരം പറയും എന്നറിയിക്കുന്നതായ റിപ്പോർട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ആ റിപ്പോർട്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ കൊടുത്തതല്ലേ. അതിൻ്റെ സിഹത്തിൻ്റെ ശരിയാണോ അല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അത് റിപ്പോർട്ട് ചെയ്ത ഏത് പണ്ഡിതനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരുടെ വിളിയും കേൾക്കും, എല്ലാവരുടെ തേട്ടവും കേൾക്കും, അതുകൊണ്ട് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നബിയെ വിളിക്കാം, നബിയോട് സങ്കടം ബോധിപ്പിക്കാം, വിഷയങ്ങൾ പറയാം എന്നുള്ളത് സ്ഥാപിച്ചത്? ഇന്ന് മർക്കസ് സഖാഫത്ത് സുന്നിയയിലെ സഖാഫിമാർ, അവിടുന്ന് ഇറങ്ങുന്ന സഖാഫിമാരും അതേപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങുന്ന ഈ അഹ്സനിമാരെ പോലുള്ളതായ ആളുകളും ഈ ഹദീസ് കാണുന്നതിന് മുമ്പ് ധാരാളം പണ്ഡിതന്മാർ ഈ ഹദീസ് കണ്ടിട്ടില്ലേ? അവരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? ഏത് മുഹദ്ദീസാണ് അല്ലെങ്കിൽ കർമ്മശാസ്ത്ര ലോകത്ത് കഴിഞ്ഞു ഏത് പണ്ഡിതനാണ് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ
നബിയോട് തേടാം, നബിയെ വിളിക്കാം, നമ്മുടെ ആവശ്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ടുള്ളത്? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയല്ലേ? സഹാബികളിൽ ആരാണ് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തേടിയത്? ഈ ഹദീസിന് അങ്ങനെ ഒരു തേട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് ആദ്യം പ്രയോഗവൽക്കരിക്കേണ്ടത് സഹാബികളാണ്, അവരെ തുടർന്ന് താബിഈങ്ങളാണ്. ആരാണ് അത് അങ്ങനെ ഈ രീതിയിൽ പ്രയോഗവൽക്കരിച്ചത്? അത് അന്ത്യനാളിൻ്റെ അലാമത്തെന്നോണം നടക്കാനിരിക്കുന്ന ഒരു സംഭവമായിട്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു എന്നല്ലാതെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ വിളി കേൾക്കും, അതുകൊണ്ട് നമുക്ക് റസൂലുള്ളാഹിനെ വിളിക്കാം, തേടാം എന്ന രീതിയിൽ ആരാണിത് അവതരിപ്പിച്ചിട്ടുള്ളത്? ഏത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ അഇമ്മത്തുകളിൽ ഇമാം അബു ഹനീഫത്തുൻ നുഅ്മാൻ, അല്ലെങ്കിൽ ഇമാം മാലിക് ബിൻ അനസ് അൽ അസ്ബഹി, അല്ലെങ്കിൽ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ, അല്ലെങ്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി തുടങ്ങിയിട്ടുള്ള അയിമത്തുകളിൽ ആരാണ് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്? ഇനി അയിമത്തിന്റെ ശിഷ്യന്മാരിൽ ആരാണ് ഇത് ഇപ്രകാരം അവതരിപ്പിച്ചിട്ടുള്ളത്? അപ്പൊ ഇത് കേവലം വിദണ്ഡമായ വാദങ്ങൾ മാത്രമല്ല, സമസ്തയിൽ തന്നെ എത്ര ആലിമീങ്ങൾ കഴിഞ്ഞുപോയി, എത്ര വാദപ്രതിവാദങ്ങളും അതേപോലെ തന്നെ മറുപടി പ്രസംഗങ്ങളും നമ്മുടെ നാടുകളിൽ മുമ്പ് നടന്നിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം, നമ്മുടെ അറിവ് വളരെ പരിമിതമാണ്, പക്ഷേ നമ്മുടെ പണ്ഡിതന്മാരും അതേപോലെ തന്നെ സമസ്തയിലെ പണ്ഡിതന്മാരും നടത്തിയ പല അഭിമുഖങ്ങളെക്കുറിച്ചും വാദപ്രതിവാദങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. ഇതേ വിഷയങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് തേടാമോ ഇല്ലേ, പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ പൂർവ്വകാലത്തുള്ള ഒരു പണ്ഡിതനും ഇങ്ങനെ ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ തേടാം എന്നുള്ളത് പറഞ്ഞിട്ടില്ല, അവതരിപ്പിച്ചിട്ടില്ല. ഇപ്പൊ കാന്തപുരം മുസ്ലിയാർ വരെ വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് വസ്അൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ എന്ന് തുടങ്ങുന്ന ആയത്ത് ഓതിയിട്ട് വരെ അള്ളാഹു അല്ലാത്തവരോട് തേടുന്നതിന് തെളിവ് പരതിയ വ്യക്തിയാണ്. ഇങ്ങനെ ഒരു ന്യായം പറഞ്ഞിട്ട് ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാനും തേടാനും അതേപോലെ മരിച്ചവരെ വിളിക്കാനും തേടാനും പ്രമാണമുണ്ട് എന്നുള്ളത് പറഞ്ഞു കാണാൻ സാധിക്കൂല. അപ്പോൾ ഇത്തരം ഈ ദുർവ്യാഖ്യാനങ്ങളും അതേപോലെ തന്നെ അവതരണങ്ങളും അത് വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ട് ആളുകൾ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം അർഹിക്കുന്നതായ ദുആയും അള്ളാഹുവോടുള്ളതായ ഇസ്തിഗാസയും അത് പടപ്പുകളോട് നടത്താൻ വേണ്ടിയിട്ട്, പടപ്പുകളോടിലേക്ക് അത് തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ കുൽസിത ശ്രമങ്ങളാണ്. അത് ശിർക്കിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടെത്തിക്കുന്നതായ ശ്രമങ്ങളാണ്. അത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും.